ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺട്രാക്റ്റിന്റെ ടൈപ്സ് ഉണ്ട്. സോ കോൺട്രാക്ട് എന്ന് പഠിച്ചു. ഇനി കോൺട്രാക്റ്റില് വ്യത്യസ്ത തരത്തിലുള്ള കോൺട്രാക്റ്റുകളുണ്ട്. ഇപ്പം നമ്മള് വാക്കാലിപ്പം ഞാന് ഇത് ഒരു ആക്സെപ്റ്റൻസും ഓഫറും നടത്തി അത് ലീഗലി എൻഫോഴ്സിബിൾ ആവുന്നത് മാത്രമാണ് കോൺട്രാക്ട് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക്? ഒരിക്കലും അല്ല. അത് മാത്രമൊന്നുമല്ല കോൺട്രാക്ട്. ആക്ച്വലി നിങ്ങൾക്കറിയാവോ, നമ്മളിപ്പോ ഒരു കാര്യം ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് കോൺട്രാക്ട് ആവാൻ ചാൻസ് ഉള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇന്ത്യൻ ലോയിൽ തന്നെ പറയുന്നുണ്ട്. സോ കോൺട്രാക്ടിന്റെ ടൈപ്സ് പഠിക്കാം. ആദ്യം ഈ കോൺട്രാക്ട് ഒക്കെ ഇപ്പൊ നമ്മൾ വാലിഡിറ്റിന്റെ ബേസിസിൽ കോൺട്രാക്ട് പഠിക്കുന്നുണ്ട്, അതേപോലെ പെർഫോമൻസിന്റെ ബേസിസിൽ കോൺട്രാക്ട് പഠിക്കുന്നുണ്ട്, പിന്നെ ഫോർമേഷന്റെ ബേസിസിലും കോൺട്രാക്ട് പഠിക്കുന്നുണ്ട്. അതായത് വാലിഡ് ആയിട്ടുള്ള ഇതിന്റെ ബേസ് വെച്ചിട്ട്, വാലിഡിറ്റി എന്നുള്ള ബേസ് വെച്ചിട്ട് നമ്മൾ കോൺട്രാക്ടിന്റെ കുറച്ച് കോൺട്രാക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ പെർഫോമൻസിന്റെ ബേസിസിൽ പെർഫോം ചെയ്യുന്നതിലൂടെ വരുന്ന കോൺട്രാക്ട്, പെർഫോമൻസിൽ ബേസ് ആയി വെച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് കോൺട്രാക്റ്റുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫോർമേഷൻ, ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്ന രീതി വെച്ച് അത് ബേസ് ആക്കിയിട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ കോൺട്രാക്ട് പഠിക്കുന്നു. വാലിഡിറ്റിന്റെ ബേസിസിൽ കോൺട്രാക്റ്റിന് 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് valid, and second one is void contract, and third one is illegal contract, and fourth one is unenforceable contract, and finally the fifth one is voidable contract. സോ ഒന്ന് ഓർഡറിൽ പറയുകയാണെങ്കിൽ, ടെക്സ്റ്റിലുള്ള ഓർഡറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വാലിഡ് കോൺട്രാക്ട് ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ഈസ് വോയിഡ് കോൺട്രാക്ട്, തേർഡ് വൺ ഈസ് വോയിഡബിൾ കോൺട്രാക്ട്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇല്ലീഗൽ കോൺട്രാക്ട്, ആൻഡ് ഫിഫ്ത് വൺ ഈസ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. സോ എന്താണ് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട്? ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ കോൺട്രാക്ടിന്റെ മീനിങ് എന്താണോ അതാണ് ഒരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ടിന് വരുന്നത്. അതിന്റെ കൂടെ ചെറിയൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഒരു കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ എന്താ? സിമ്പിൾ, റൈറ്റ്? an agreement which is enforceable by law and which should contain all the essential element of a valid contract. That's all. ഒന്നും കൂടെ ഞാൻ ഡെഫിനിഷൻ പറയാം. ഇത് എക്സ്പ്ലെയിൻ ആക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഒരു കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ പ്ലസ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഓൾ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അത്രേ ഉള്ളൂ കോൺട്രാക്ട്. ഇനി അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തത് നമ്മൾ വോയിഡ് കോൺട്രാക്ട് എന്നാണ് പറഞ്ഞത്. വോയിഡ് എന്നുള്ളത് വാലിഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് മീൻസ് എന്താ പറയാ, ഇപ്പം ഒരു കോൺട്രാക്ട്, ഒരു അഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, അതായത് ഒരു കോൺട്രാക്ട് ലോ എൻഫോഴ്സിബിൾ ചെയ്യുന്നതിനാണ് വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഒരു കോൺട്രാക്ട് നോൺ എൻഫോഴ്സിബിൾ ബൈ ലോ ഒക്കെ അല്ലേ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുള്ളൂ. സോറി, അൺഎൻഫോഴ്സിബിൾ എന്നല്ല, ഒരു വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുള്ളൂ. സോ വാട്ട് ഇസ് എ വോയിഡ് കോൺട്രാക്ട്? an agreement which is not enforceable by law and which is void ab initio. That's extra point, which is void ab initio. And ഒന്നും കൂടെ പറയാം, an agreement which is not enforceable by law and which is void ab initio. So നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, വാട്ട് ഈസ് void ab initio? ഒരു void ab initio എന്ന് പറഞ്ഞാൽ എന്താണ്? void ab initio എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇത് void ആണ്. ബിഗിനിങ്ങിൽ തന്നെ ഇത് വാലിഡ് അല്ല, void ആണ്. ഇവിടെ വോയിഡ് കോൺട്രാക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ an agreement which is void from the beginning, അല്ലെങ്കിൽ സോ ദാറ്റ്സ് ദ കീവേഡ്, അല്ലെങ്കിൽ അതെന്തായാലും എഴുതേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ഡെഫിനിഷൻ ഒന്നും കൂടെ പറയാം, ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. സോ വാട്ട് ഈസ് എ വോയിഡ് കോൺട്രാക്ട്? എ കോൺട്രാക്ട് which is not enforceable by law and which is void ab initio, which means void from the beginning. സോ അത്രയേ ഉള്ളൂ ഒരു വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് വോയിഡബിൾ കോൺട്രാക്റ്റിലേക്ക് കിടക്കാം. മൂന്നാമത്തെ പോയിന്റ് ആണ് വോയിഡബിൾ കോൺട്രാക്ട്. അപ്പൊ വോയിഡബിൾ കോൺട്രാക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, സോ ആദ്യം ഡെഫിനിഷൻ വായിക്കാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഒരു വോയിഡബിൾ കോൺട്രാക്ട് എന്ന് വെച്ചാൽ an agreement, ഒരു അഗ്രിമെന്റ് ആണ്. an agreement which is void or valid at the option of the aggrieved party and not at the option of other or others. ഇങ്ങനെ ഒറ്റയടിക്ക് വായിക്കുന്നത് തോന്നുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ, ഒരു അഗ്രിമെന്റ് അത് കോൺട്രാക്ട് ആവണമെങ്കിൽ ഇത് വാലിഡ് ആണ്.
ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ട് വാലിഡ് ആണ്. അങ്ങനെ അത് ആ എഗ്രിമെന്റ് വാലിഡ് ആണോ അല്ലെങ്കിൽ വോയിഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത് അഗ്രീവ്ഡ് പാർട്ടിയാണ്. അതായത് അഗ്രീവ്ഡ് പാർട്ടി തീരുമാനിക്കുന്നത്, അഗ്രീവ്ഡ് പാർട്ടി എന്ന് വെച്ചാൽ ആരാണ്? അറ്റ് ഫസ്റ്റ് അഗ്രീവ്ഡ് പാർട്ടി ആരാണെന്ന് വെച്ചാൽ ഒരു രണ്ടു പേര് തമ്മിലുള്ള കോൺട്രാക്ട് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ചതിവ് പറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു ഫോൾട്ട് വന്നത് മറ്റേ ആൾക്ക് ഫോൾട്ട് വന്നു, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇയാൾ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ചതിക്കപ്പെട്ട പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ ബാധിക്കപ്പെട്ട പാർട്ടിക്ക് പറയുന്ന പേരാണ് അഗ്രീവ്ഡ് പാർട്ടി. ഈ അഗ്രീവ്ഡ് പാർട്ടിയുടെ ഓപ്ഷനിൽ അയാൾക്ക് തീരുമാനിക്കാം ഈ അഗ്രിമെന്റ് വാലിഡ് ആണോ വോയിഡ് ആണോ എന്ന്. അല്ലാണ്ട് മറ്റേ പാർട്ടിക്ക് ഒരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ കോൺട്രാക്റ്റിനാണ് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ഒന്നും കൂടെ അതിന്റെ ഡെഫിനിഷൻ കുറച്ചും കൂടെ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, an agreement which is valid or void at the option of the aggrieved party and not at the option of others. So, illegal agreement ആണ് നാലാമത്തെ സബ് പോയിന്റ്. ഇല്ലീഗൽ അഗ്രിമെന്റ്. ഇല്ലീഗൽ അഗ്രിമെന്റ് എന്താണ് നമുക്കറിയാം. ഇല്ലീഗാലിറ്റി. ലീഗലിന്റെ ഓപ്പോസിറ്റ് ആണ് ഇല്ലീഗൽ എന്ന് പറയുന്നത്. സോ നോർമലി നമുക്ക് മനസ്സിലാക്കാം, വാലിഡിന് വോയിഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പോലെ ലീഗലിന് ഇല്ലീഗൽ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സോ എന്തായിരിക്കും ഇല്ലീഗൽ കോൺട്രാക്ട്? ഒരു ഇല്ലീഗൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ നിയമം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ അഗ്രിമെന്റും ഇല്ലീഗൽ കോൺട്രാക്ട് ആണ്. അതായത് ഇപ്പോ കഞ്ചാവ്, ബ്രൗൺ ഷുഗർ ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല. അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചതിവ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കോർട്ടിൽ പോയിട്ട് എങ്ങനെ പോയാലും ഫയൽ ചെയ്യാൻ കഴിയില്ല. അതേപോലെ ബ്ലാക്ക് മണി, ഇതിനൊന്നും നമുക്ക് ഫയൽ ചെയ്യാൻ കഴിയില്ല കേസ്. നമുക്ക് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്? അതൊരു ഇല്ലീഗൽ അഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ കോൺട്രാക്ട് ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ലോ നേരത്തെ പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഇല്ലീഗൽ കോൺട്രാക്ട്. സോ അങ്ങനെ പറയുമ്പോൾ അതിന്റെ മെയിൻ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു തരാം. ഈ ഡെഫിനിഷനാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടി വരിക. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഡെഫിനിഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു ഡെഫിനിഷൻ റീഡ് ഔട്ട് ചെയ്യാം. സോ an agreement which is forbidden by the law and illegal agreements are void, but all void agreements are not illegal. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വോയിഡ് ആയിട്ടുള്ള അഗ്രിമെന്റ് ഇല്ലീഗലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു വോയിഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് പോട്ടെ, എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള അഗ്രിമെന്റും വോയിഡ് ആണ് നമുക്കറിയാം. എല്ലാ ഇല്ലീഗൽ ആയിട്ടുള്ള അഗ്രിമെന്റും വാലിഡ് ആണോ? അല്ലല്ലോ, വോയിഡ് അല്ലേ, അത് നമുക്കറിയാം. സോ എല്ലാ വോയിഡ് ആയിട്ടുള്ള അഗ്രിമെന്റും അത് ഇല്ലീഗലാണ്? ഒരിക്കലും അല്ല. ഇല്ലീഗൽ എന്ന് വെച്ചാൽ പണിഷ്മെന്റ് ഉണ്ട്. വോയിഡ് ആയിട്ടുള്ള അഗ്രിമെന്റിന് പണിഷ്മെന്റ് ഉണ്ടാവോ? വോയിഡ് ആയിട്ടുള്ള എല്ലാ അഗ്രിമെന്റിനും പണിഷ്മെന്റ് ആവുമോ? ഇല്ല. വോയിഡ് ആയിട്ടുള്ള അഗ്രിമെന്റ് ഇപ്പോ എന്താ പറയുക, അബദ്ധം കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ വരെ വോയിഡ് ആണ്. അങ്ങനെ അബദ്ധം കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യൻ ലോ ശിക്ഷിക്കാൻ ഇതാക്കൂ? ഇല്ല, ഒരിക്കലും ചെയ്യില്ല. എന്തെങ്കിലും ചെറിയ അബദ്ധം കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടുന്ന കാര്യമല്ല. സോ എങ്ങനെ പോയാലും ഓൾ ഇല്ലീഗൽ അഗ്രിമെന്റ്സ് ആർ വോയിഡ്, ബട്ട് ഓൾ void agreements are not illegal. ഇത്രയേ ഉള്ളൂ ഒരു ഇല്ലീഗൽ കോൺട്രാക്ടിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സ്. സോ അടുത്ത ടൈപ്പ് ഓഫ് കോൺട്രാക്ട് നമുക്ക് നോക്കാം. വാലിഡിറ്റിന്റെ കീഴിൽ വരുന്ന, ബേസ്ഡ് ഓൺ വാലിഡിറ്റിന്റെ കീഴിൽ വരുന്ന അടുത്ത പോയിന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണിത്. ഇത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആണ്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സിലാവാതെന്നല്ല, ഇതുവരെ കേട്ടതൊക്കെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇത് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇല്ലല്ലോ. അതായത് ഈ അൺഎൻഫോഴ്സിബിൾ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഡെഫിനിഷൻ റീഡ് ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, a contract which is good in its substance but are not enforceable due to some technical defects. Example, absence of writing. സോ നമുക്കറിയാം, ഞാൻ ഒന്നുകൂടെ ഡെഫിനിഷൻ റീഡ് ഔട്ട് ചെയ്യാം. സോ മേ ബി more understandable for you. So a contract which is good in its substance but not enforceable
due to some technical defects. Example, absence of writing. So എന്തായിരിക്കും ഇവിടെ പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇതിലൂടെ പറയുന്നത്, ഒരു കോൺട്രാക്ട് അത് അത്രയും നല്ലൊരു സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട്, അത്രയും നല്ല മെറ്റീരിയൽ ആണ് അതിലുള്ളത്, അല്ലെങ്കിൽ അത്രയും നല്ല ഒരു വേ ഓഫ് കോൺട്രാക്ട് ആണത്, അത് നല്ലൊരു കോൺട്രാക്ട് ആണ്. പക്ഷേ അത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല. എന്തുകൊണ്ടാണ് അത് എൻഫോഴ്സിബിൾ അല്ലാത്തത്? അതിനൊരു കാരണം വേണ്ടേ? ആ കാരണമാണ് ടെക്നിക്കൽ ഡിഫക്ട്സ്. ടെക്നിക്കൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ് ആബ്സെൻസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഫാമിലി സെറ്റിൽമെന്റ്, ഫാമിലി സ്വത്തിന്റെ കുറെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ, ഈ അങ്ങനത്തെ അഗ്രിമെന്റ് ഒക്കെ റൈറ്റിംഗിലായിരിക്കണം എന്നുണ്ട്. അതായത് അങ്ങനത്തെ അഗ്രിമെന്റ് ഒക്കെ റൈറ്റിംഗിലായാൽ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. അപ്പം ചില കോൺട്രാക്ട് കമ്പൽസറി ആയിട്ടും റൈറ്റിംഗിലായിരിക്കണം. അപ്പം ആബ്സെൻസ് ഓഫ് റൈറ്റിംഗ് ഇല്ലാത്തത് കാരണം വോയിഡ് ആയി പോകുന്ന ചില അഗ്രിമെന്റ്സ് ഉണ്ട്. അങ്ങനത്തെ അഗ്രിമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ചില അഗ്രിമെന്റ്സ് ആബ്സെൻസ് ഓഫ് റൈറ്റിംഗ് കാരണം എൻഫോഴ്സിബിലിറ്റി കിട്ടാത്ത അഗ്രിമെന്റ്സ്, അതിന് പറയുന്ന പേരാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. സോ അത്രയേ ഉള്ളൂ ഈ വാലിഡിറ്റിന്റെ കീഴിൽ വരുന്നത്. വാലിഡിറ്റിന്റെ കീഴിൽ ഒന്നും കൂടെ സമ്മപ്പ് ചെയ്യാം. 1 വാലിഡ് കോൺട്രാക്ട്, 2 വോയിഡ് കോൺട്രാക്ട്, 3 വോയിഡബിൾ കോൺട്രാക്ട്, 4 ഇല്ലീഗൽ കോൺട്രാക്ട്, 5 അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. ഈ 5 പോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഫോം ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാണ്, ഏത് തരത്തിലാണ് തിരിക്കുന്നത് നോക്കാം നമുക്ക്. ഓൺ ദി ബേസിസ് ഓഫ് ബിഫോർ ദാറ്റ് ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു ഡിഫറൻസിയേഷൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വോയിഡ് അഗ്രിമെന്റും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോയിഡ് അഗ്രിമെന്റും ഇല്ലീഗൽ അഗ്രിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. അത് വളരെ സിമ്പിൾ ആണ്. ആകെ 4 പോയിന്റ്സേ ഉള്ളൂ. ഒന്നാമത് നമ്മൾ ഡിഫറൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 3 കോളം ഉണ്ടായിരിക്കണം. 1 ബേസിസ്, രണ്ടാമത്തെ കോളം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എഴുതാറുള്ളത്? രണ്ടാമത്തെ കോളത്തിൽ ഏത് ഐറ്റം ആണോ, ഇപ്പം വോയിഡ് ആണെങ്കിൽ വോയിഡ് ഹെഡിങ് കൊടുത്തിട്ട് വോയിഡ് കോൺട്രാക്ട്. മൂന്നാമത്തെ കോളം എന്ന് വെച്ചാൽ ഇല്ലീഗൽ കോൺട്രാക്ട്. പക്ഷെ ഫസ്റ്റ് കോളം എല്ലാവരും വിട്ടുപോകുന്ന ഒരു കാര്യം അതാണ്. ഫസ്റ്റ് കോളം നമ്മൾ ഇതുവരെ ശീലിക്കാത്തൊരു പരിപാടിയാണ്. ഇങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ പ്രസന്റേഷൻ ആണ് ലോക്ക് മാർക്ക്. മാർക്ക് തന്നെ പ്രസന്റേഷൻ ആണ്. പ്രസന്റേഷൻ നന്നായി കഴിഞ്ഞാൽ മാർക്ക് താനേ വരും. സോ ഈ ഫസ്റ്റ് കോളം ബേസിസ്, എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഡിഫറൻസ് ചെയ്യുന്നത്? അപ്പൊ ഓക്കെ, ഫസ്റ്റ് ബേസിസ്, അതായത് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ വോയിഡ് ആൻഡ് ഇല്ലീഗൽ അഗ്രിമെന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ബേസിസ് എന്താന്ന് വെച്ചാൽ മീനിങ് ആണ്. നോർമലി വാട്ട് ഈസ് മീനിങ് എന്താണ്? ഫസ്റ്റ് ബേസിസിന്റെ കീഴിൽ മീനിങ് എഴുതുന്നത്. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ വോയിഡ് കോൺട്രാക്ട്? ഒരു വോയിഡ് കോൺട്രാക്ടിന്റെ മീനിങ് എന്താണ്? Have learned, right? ഒന്നുമില്ല. And a contract which is not enforceable by law and which is void ab initio. അത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് എന്തായിരിക്കും ഒരു ഇല്ലീഗൽ അഗ്രിമെന്റ്? A contract which is, or an agreement which is forbidden by the law. സോ അടുത്ത മീനിങ് എന്താന്ന് വെച്ചാൽ, അടുത്ത ബേസിസ് എന്താന്ന് വെച്ചാൽ, ഒരു ബേസിസ് കഴിഞ്ഞു. ഒരു ബേസിസ് പ്രകാരം മീനിങ് ആണ്, രണ്ടിന്റെ മീനിങ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തത് എന്താന്ന് വെച്ചാല് സ്കോപ്പ് ആണ്. സ്കോപ്പ് എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു ഇല്ലീഗൽ അഗ്രിമെന്റ്, എല്ലാ ഇല്ലീഗൽ അഗ്രിമെന്റും വോയിഡ് ആണെന്ന് പഠിച്ചു. എല്ലാ ഇല്ലീഗൽ അഗ്രിമെന്റും വോയിഡ് ആണെന്ന് പഠിച്ചു. എല്ലാ വോയിഡ് അഗ്രിമെന്റും ഇല്ലീഗൽ അല്ലാന്ന് പഠിച്ചു. അതാണ് സംഭവം. സ്കോപ്പ് എന്ന് ഒരു ബേസിസ് എഴുതിയതിനു ശേഷം നിങ്ങൾ വോയിഡ് അഗ്രിമെന്റിന്റെ കീഴില് all void agreements are not illegal. പിന്നെ ഇല്ലീഗൽ അഗ്രിമെന്റ് കീഴില് all illegal agreements are not void. അതാണ് സ്കോപ്പ്. മനസ്സിലായില്ലേ? മൂന്നാമത്തത് പണിഷ്മെന്റ്. ഒരു വോയിഡ് അഗ്രിമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വോയിഡ് അഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അറിയാണ്ട് ഒരു വോയിഡ് അഗ്രിമെന്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണിഷ്മെന്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. അബദ്ധവശാലും നടക്കുന്ന വോയിഡ് അഗ്രിമെന്റ്സ് ഉണ്ട്. അപ്പം വോയിഡ് അഗ്രിമെന്റ്സ് എല്ലാം പണിഷബിൾ ആണോ? ഒരിക്കലും അല്ല. അങ്ങനെ പണിഷബിൾ ആയിട്ടുള്ള വോയിഡ് അഗ്രിമെന്റ്സിന് ഇല്ലീഗൽ അഗ്രിമെന്റ് എന്ന് പറയും. സോ വോയിഡ് അഗ്രിമെന്റ്സ് ആർ നോട്ട് പണിഷബിൾ, ഇല്ലീഗൽ അഗ്രിമെന്റ്സ് ആർ പണിഷബിൾ. അതാണ് മൂന്നാമത്തെ ബേസിസിൽ വരുന്ന പോയിന്റ്സ്. ഓക്കെ, ഡിഫറൻസിയേഷന്. ഇനി നാലാമത്തെ പോയിന്റ്, നമ്മൾ നാലാമത്തെ ഒരു പോയിന്റ് കൂടെ കൊടുക്കണം. നാലാമത്തെ പോയിന്റ് കൊലാറ്ററൽ അഗ്രിമെന്റ്. കൊലാറ്ററൽ അഗ്രിമെന്റ്
വാട്ട് ഈസ് കൊളാറ്ററൽ അഗ്രിമെന്റ്? അതൊരു ഇൻട്രസ്റ്റിംഗ് വേർഡ് ആണ്. ഇപ്പോ എ ബി സി ബിയുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ടാക്കി. എക്ക് ബിക്ക് പണം കൊടുക്കാനുണ്ട്, ബിക്ക് പണം കൊടുക്കാനുണ്ട്. അത് കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷെ നാട്ടിലില്ലാത്തത് കൊണ്ട് സിനോട് പറയുകയാണ്, എന്റെ പൈസ നീ കൊടുക്കണം, അല്ലെങ്കിൽ ഇതാ ഈ പൈസ നീ വച്ചോ, ഞാൻ ഈ കുറച്ച് നാളത്തേക്ക് നാട്ടിൽ ഉണ്ടാവില്ല, സോ ഈ പൈസ നീ വെച്ചോ, ഇത് നീ ബിക്ക് കൊടുക്കണം, ഞാൻ തന്നതാന്ന് പറഞ്ഞിട്ട് ബിക്ക് കൊടുക്കണം. അങ്ങനെ ഇഷ്ടംപോലെ കേസസ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണത്. അതാണ് കൊളാറ്ററൽ അഗ്രിമെന്റ്. ഇതാണ്, അതായത് ഇയാൾക്ക് കൊടുക്കുന്നു, അയാളത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ പോകുമ്പോൾ മീൻസ് സി അത് ബിക്ക് കൊടുത്തില്ല എന്ന് വിചാരിക്കുക. സി അത് ബിക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്ക് സിന്റെ മേലെ സ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റും. എങ്ങനത്തെ കേസിൽ? അതൊരു വോയിഡ് അഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ എക്ക് സിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും, അതൊരു വോയിഡ് അഗ്രിമെന്റ് ആണെങ്കിൽ. പക്ഷേ ഈ പ്രോസസ്, ഈ പൈസ നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ എയും ബിയും തമ്മിൽ കഞ്ചാവിന്റെ കോൺട്രാക്ട് ആണ്. അതിന് സിക്ക് പൈസ കൊടുത്തു, സി അത് തിരിച്ച് ബിക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്ക് സിന്റെ പേരിൽ പരാതി കോർട്ടിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കഞ്ചാവോ ബ്ലാക്ക് മണി ആവട്ടെ, അത് ഇല്ലീഗൽ അഗ്രിമെന്റ് ആണ്. ആ ഇല്ലീഗൽ അഗ്രിമെന്റുമായിട്ട് കോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കോർട്ട് നമ്മളെ പിടിച്ചകത്തേക്ക് ഇടും, എന്നിട്ടേ ബാക്കിയുള്ള നോക്കുള്ളൂ. സോ അത്രേ ഉള്ളൂ ഇതിന് കൊളാറ്ററൽ അഗ്രിമെന്റ്. അപ്പം ആദ്യം കൊളാറ്ററൽ അഗ്രിമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബേസിസ് കൊടുത്തിട്ട് വോയിഡ് അഗ്രിമെന്റിന്റെ കീഴില് കൊളാറ്ററൽ അഗ്രിമെന്റ്സ് ആർ വാലിഡ്. വോയിഡ് അഗ്രിമെന്റില് കൊളാറ്ററൽ അഗ്രിമെന്റ്സ് വാലിഡ് ആണ്. പിന്നെ ഇല്ലീഗൽ അഗ്രിമെന്റില്, ഇല്ലീഗൽ കോൺട്രാക്റ്റില് കൊളാറ്ററൽ അഗ്രിമെന്റ്സ് ആർ വോയിഡ് ഇൻ ഇല്ലീഗൽ കോൺട്രാക്ട്സ്. ഓക്കെ, അത്ര ഉള്ളൂ ഡിഫറൻസ്. ഒരു 4 ബേസിസിൽ സിമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ. 4 ബേസിസ് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്ന്, മീനിങ്, രണ്ടും തമ്മിലുള്ള മീനിങ്ങിന്റെ ഡിഫറൻസ്. പിന്നെ അടുത്തത് സ്കോപ്പ് വരുന്നുണ്ട്. ഓൾ ഇല്ലീഗൽ അഗ്രിമെന്റ്സ് ആർ void, but all void agreements are not illegal. അത്രേ ഉള്ളൂ. മൂന്നാമത്തത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു കൊളാറ്ററൽ അഗ്രിമെന്റ് ഓർ അതിന്റെ മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെന്റ് നോക്കാം. പണിഷ്മെന്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിസ് ആണ്. പണിഷ്മെന്റ് വോയിഡ് അഗ്രിമെന്റ്സിന് ഇല്ല എന്നുള്ളതും ഇല്ലീഗൽ അഗ്രിമെന്റ്സിന് ഉണ്ടെന്നുള്ളതും. പിന്നെ അത് കഴിഞ്ഞാൽ നാലാമത്തത് കൊളാറ്ററൽ അഗ്രിമെന്റ് എന്ന് പറയുന്നത്. കൊളാറ്ററൽ അഗ്രിമെന്റിന്റെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു, കൊളാറ്ററൽ അഗ്രിമെന്റ് വോയിഡ് അഗ്രിമെന്റിൽ ഉണ്ട്, വാലിഡ് ആണ് വോയിഡ് അഗ്രിമെന്റിന്റെ കേസിൽ. പക്ഷെ ഇല്ലീഗൽ അഗ്രിമെന്റിന്റെ കേസിൽ അത് വോയിഡ് ആണ്. അത്രേ ഉള്ളൂ. സോ അടുത്ത ഫോം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ. ഫോർമേഷന്റെ ബേസിസിൽ കോൺട്രാക്റ്റുകൾ തരംതിരിച്ചിട്ടുണ്ട്. സോ ഫോർമേഷന്റെ ബേസിസിൽ ക്ലാസിഫൈ ചെയ്ത കോൺട്രാക്റ്റിലെ ഫസ്റ്റ് സബ് പോയിന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് പറയാം, എക്സ്പ്രസ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് എക്സ്പ്രസ് കോൺട്രാക്ട് ആണ് എപ്പോൾ? ആദ്യം ഞാൻ ഡെഫിനിഷൻ റീഡ് ഔട്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എ കോൺട്രാക്ട് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഓറൽ ഓർ റൈറ്റിംഗ്. അതായത് സിമ്പിൾ ആയിട്ട് പറയാം, ഒരു കോൺട്രാക്ട് അത് എക്സ്പ്രസ് ചെയ്യുന്നത് വേർഡ്സിലോ അല്ലെങ്കിൽ നമ്മളെ വല്ല റൈറ്റിംഗിലോ, അങ്ങനെ വല്ല ഓറൽ ആയിട്ടുള്ളോ അല്ലെങ്കിൽ റൈറ്റിംഗിലായിട്ടോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓറൽ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ചുകൊണ്ട്, അതായത് ഇപ്പോ ഞാൻ നിങ്ങളായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംസാരത്തിലൂടെ, അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ട് ചെയ്യുന്ന കാര്യം, ഇത് രണ്ടുമാണ് എക്സ്പ്രസ് കോൺട്രാക്ട് ആയിട്ട് ഇന്ത്യൻ ലോ പരിഗണിക്കുന്നത്. സോ a contract which is expressed in terms of oral or writing is called as express contract. ഇനി അടുത്തത് on the basis of formation വരുന്ന ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതാണത്? ഫസ്റ്റ് പോയിന്റ് എക്സ്പ്രസ് കോൺട്രാക്ട് ആണെങ്കിൽ, സെക്കൻഡ് പോയിന്റ് ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. ഇംപ്ലൈഡ് കോൺട്രാക്ട് ഒന്നുമില്ല, ജസ്റ്റ് ഓപ്പോസിറ്റ്. വാലിഡ് വോയിഡ് എന്ന് പറഞ്ഞ പോലെ എക്സ്പ്രസ് ഇംപ്ലൈഡ്, എക്സ്പ്രസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇംപ്ലൈഡ്. സോ ഇംപ്ലൈഡ് കോൺട്രാക്ട്, എക്സ്പ്രസ് കോൺട്രാക്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കോൺട്രാക്ട് വിച്ച് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഓറൽ ഓർ റൈറ്റിംഗ്, it is called as express contract. Then what is implied contract? A contract which is not expressed in terms of oral or writing is called as implied contract. So there are two types of implied contract. Two types of implied contract. One of it is tacit contract. What is tacit contract?
ഞാൻ ഇതിന്റെ ഡെഫിനിഷൻ റീഡ് ഔട്ട് ചെയ്യാം, then you can understand it simply. So contract which are inferred through the conduct of the parties. So രണ്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു രണ്ട് പേര് തമ്മിൽ ഒരു കോൺട്രാക്റ്റില് ഏർപ്പെടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ടാസിറ്റ് കോൺട്രാക്റ്റില് രണ്ട് പേര് തമ്മിൽ കോൺട്രാക്റ്റിലാവുന്നത് അവരുടെ കണ്ടക്ട് വഴിയാണ്. ഇപ്പോ ഞാനിപ്പോ ഒരു ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. ആ ബസ്സിൽ കയറാൻ വേണ്ടി ഞാൻ കൈ കാട്ടുന്നു, അയാൾ നിർത്തുന്നു, ഞാൻ കയറുന്നു. എന്റെ കണ്ടക്ട് എന്ന് വെച്ച് കൈ കാട്ടുന്നതാണ്. സോ എന്റെ കണ്ടക്ട്, എന്റെ പ്രവൃത്തി മൂലം ഞാനത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എന്റെ കണ്ടക്ട് കാരണം ഞാനൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. സോ it is a contract which is inferred through the conduct of the parties. സോ ഡെഫിനിഷൻ അത്രയേ ഉള്ളൂ. ഈ ഡെഫിനിഷൻ നിങ്ങൾ എക്സാം ചെയ്തിട്ടുണ്ട്. അതായത് കോൺട്രാക്ട് വിച്ച് ആർ ഇൻഫേർഡ് ത്രൂ ദി കണ്ടക്ട് ഓഫ് ദി പാർട്ടി ഈസ് കോൾഡ് ആസ് ടാസിറ്റ് കോൺട്രാക്ട്. അടുത്തത് രണ്ടാമത്തെ ഫോം ഓഫ് കോൺട്രാക്ട്. ഫോം ഓഫ് കോൺട്രാക്ട് അല്ല, ഇതൊക്കെ ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ കീഴിൽ വരുന്ന രണ്ട് ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ആണ്. ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ കീഴിൽ വരുന്ന രണ്ട് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. സോ എന്താണ് രണ്ടാമത്തെ കോൺട്രാക്ട്? രണ്ടാമത്തെ ടൈപ്പ് അല്ല, ഇംപ്ലൈഡ് കോൺട്രാക്ടിന്റെ രണ്ടാമത്തെ പോയിന്റ് എന്താ വരുന്നത്? രണ്ടാമത്തെ പോയിന്റ് കോസി കോൺട്രാക്ട്. കോസി കോൺട്രാക്ടിന്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, കോസി കോൺട്രാക്ട് ആക്ച്വലി ഒരു കോൺട്രാക്ട് അല്ല, ബട്ട് ഇറ്റ് റിസംബിൾസ് ടു ബി എ കോൺട്രാക്ട്. അതൊരു കോൺട്രാക്ട് ആയിട്ട് പരിഗണിക്കുന്നുണ്ട്. സോ ആദ്യം ഞാൻ ഡെഫിനിഷൻ റീഡ് ഔട്ട് ചെയ്യാം. കോസി കോൺട്രാക്ട് ഈസ് നോട്ട് ആൻ ആക്ച്വൽ കോൺട്രാക്ട്, ബട്ട് ഇറ്റ് റിസംബിൾസ് ടു ബി എ കോൺട്രാക്ട്. Such because it has few or most of the essential elements of a valid contract present in it. It is a legal obligation implied by the law based on the doctrine of unjust enrichment. ഇതൊന്നും നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. കോസി കോൺട്രാക്ട് എന്നുള്ള ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്നുള്ള ഈ ചാപ്റ്ററിൽ തന്നെ ഫിഫ്ത്ത് ഓർ സിക്സ്ത് യൂണിറ്റ് ആണ് നിങ്ങൾക്ക് വരുന്നുണ്ട്. കോസി കോൺട്രാക്ട് എന്നുള്ള ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. സോ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇത് ആക്ച്വലി ഒരു കോൺട്രാക്ട് അല്ല, ബട്ട് ഇറ്റ് റിസംബിൾസ് ടു ബി എ കോൺട്രാക്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ എഴുതിയ മാർക്ക് ഉണ്ട്. സോ ഞാനിത് എക്സ്പ്ലെയിൻ ആക്കാം. കോസി കോൺട്രാക്ട്, എ കോൺട്രാക്ട് which is not an actual contract but resembles to be a contract and contains few or most of the essential elements of a valid contract. അതാണ് രണ്ട് പോയിന്റ്സ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ഈ കോൺട്രാക്ട്, ഈ കോസി കോൺട്രാക്ട് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോസി കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നേരത്തെ ഒരു ചെയിൻ കിട്ടി, ഒരു ഗോൾഡിന്റെ ചെയിൻ കിട്ടി. ആ ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് പോക്കറ്റിൽ ഇടുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതായിട്ട് നമ്മൾ എൻക്വയറി കമ്മീഷനോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനോ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെടും. അങ്ങനത്തെ കുറെ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യും. അങ്ങനെ ലോസ്റ്റ് ആയിട്ട് അങ്ങനെ ഫൈൻഡറിന് അറിയാത്തൊരു ഗുഡ്സ് നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് പൊതുവെ ചെയ്യാറ്. അല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യില്ല. സോ അത്രേ ഉള്ളൂ. അത് ലോ എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലോ പറയുന്നത് അത് നമ്മുടെ ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. നമ്മൾ ആ ഗുഡ്സിന്റെ ഓണർ ആയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. എന്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടത്? നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളൊരു കോൺട്രാക്ട് ആയിട്ട്, നമ്മളൊരു ലീഗൽ ഒബ്ലിഗേഷൻ ആയിട്ട്, നമ്മൾ ഒരു കടമയായിട്ട് മാറി എന്നർത്ഥം. സോ ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും കൂടെ പറയാം. കോസി കോൺട്രാക്ട് നിങ്ങൾ ഇവിടെ ചോദിക്കുമ്പോൾ ഇതിന്റെ കീഴിൽ എഴുതുമ്പോൾ നിങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഇറ്റ് ഈസ് എ contract or it is a legal obligation imposed by the law. It is a കോസി കോൺട്രാക്റ്റില് അതിന്റെ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ it is a legal obligation imposed by the law. അങ്ങനെ ഒരു കോൺട്രാക്ട് ആയി മാറുകയാണെങ്കിൽ മീൻസ് അതായത് ബേസ്ഡ് ഓൺ ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ്, മറ്റൊരാളെ മുതൽ കൊണ്ട് നമ്മൾ പൈസക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഡോക്ട്രിൻ ഓഫ് അൺജസ്റ്റ് എൻറിച്ച്മെന്റ് അർത്ഥം. അതായത് മറ്റൊരാളുടെ പൈസ കൊണ്ട് നമ്മൾ റിച്ച് ആവാൻ ആഗ്രഹിക്കരുത്. ദാറ്റ്സ് ഓൾ. സോ കോസി കോൺട്രാക്ടിനെ പറ്റി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻഫേർഡ് ത്രൂ ദി ലീഗൽ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ദി ലോ. സോ അത്രയേ ഉള്ളൂ. എന്തായാലും അടുത്തത് ഇതിനെ തന്നെ ബേസ്ഡ് ഓൺ ദി ഫോർമേഷനിൽ തന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ്. മൂന്നാമത്തെ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷനിൽ
ഈ കോൺട്രാക്ട് എന്ന് പറയും. ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. It is a contract in which the parties of the contract will enter into the contract through electronic means. അല്ലെങ്കിൽ ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ it is a contract where two parties enter into a contract through electronic medium. അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും. ഇലക്ട്രോണിക് മീഡിയത്തിലൂടെ രണ്ടുപേര് ഇപ്പം ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഒക്കെ വഴി നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, തിങ്സ് വാങ്ങാനുള്ള ഒരു കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഈ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ഡെഫിനിഷൻ ഞാൻ ഒന്നും കൂടെ റീഡ് ഔട്ട് ചെയ്യാം. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് where two parties enter into a contract through electronic medium. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. സോ അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ്. ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യുന്നതിലൂടെ കോൺട്രാക്റ്റുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതിന്റെ കീഴില് രണ്ട് കോൺട്രാക്ട് ആണ് ഉള്ളത്. പെർഫോമൻസ് ഒരു ബേസ് ആയിട്ട് വെച്ചിട്ടാണ് ഈ കോൺട്രാക്റ്റിനെ വേർതിരിച്ചിരിക്കുന്നത്. അതായത് ഒന്ന് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, ഫസ്റ്റ് വൺ. ഇതിന്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് കോൺട്രാക്ട് ആണ് ഓൺ ദി ബേസ് ഓഫ് പെർഫോമൻസിന്റെ കീഴിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് കോൺട്രാക്ട് ആണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. എക്സിക്യൂട്ടഡ്, വാട്ട് യു മീൻ ബൈ എക്സിക്യൂട്ടഡ്? എക്സിക്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവെ ഒരു എക്സിക്യൂട്ടഡ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെയ്ത് തീർന്ന, എക്സിക്യൂട്ട് ചെയ്ത ഒരു മിഷൻ എക്സിക്യൂട്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് എക്സിക്യൂഷൻ മീൻസ് ഒരു കോൺട്രാക്ടിന്റെ കീഴിൽ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺട്രാക്ടിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് എക്സിക്യൂഷൻ? എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാല് നമ്മള് രണ്ട് പാർട്ടിയാണ് ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവുക. രണ്ടോ അതിന് കൂടുതലോ പാർട്ടിയോ. ഈ രണ്ട് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടിയും അവര് ചെയ്യേണ്ട കടമ അല്ലെങ്കിൽ അവര് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ടഡ് ആണെന്ന് പറയാൻ പറ്റുക. സോ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റിൽ പറയുന്നത്? സോ കോൺട്രാക്ട് in which obligation of both parties are completed. സോ ഒന്നും കൂടെ ഡെഫിനിഷൻ വായിക്കാം. ഇതാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടി വരിക. സോ ഒന്നും കൂടെ ഡെഫിനിഷൻ വായിക്കാം. കോൺട്രാക്ട് in which obligation of both parties are completed. സോ ഇതിലെന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ, രണ്ട് പാർട്ടിയുടെയും ഒബ്ലിഗേഷൻ ഒരു കോൺട്രാക്റ്റിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ തരത്തിലുള്ള കോൺട്രാക്റ്റിനെയാണ് ഏത് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്? എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. സോ രണ്ടാമത്തെ പോയിന്റ് ഈ ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസിൽ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എക്സിക്യൂട്ടഡ് ആയിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പൊ രണ്ടാമത്തേത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് എക്സിക്യൂട്ടറി കോൺട്രാക്ട്. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റില് പാർട്ടീസിന്റെ ഒബ്ലിഗേഷൻ ഇനിയും ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു കോൺട്രാക്ട് ആണ്. സോ അതിനെ തന്നെ എക്സിക്യൂട്ടറി കോൺട്രാക്ടിന്റെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തത് എന്തായിരിക്കും? ഒന്നാമത്തത് യൂണിലാറ്ററൽ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റും രണ്ടാമത്തത് ബൈലാറ്ററൽ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റുമാണ്. യൂണിലാറ്ററൽ എന്ന് വെച്ചാൽ തന്നെ അറിയാം, ഒരു പാർട്ടിൻ്റെതാണ് ഇനി ചെയ്യാൻ ബാക്കിയുള്ളത്. ബൈലാറ്ററൽ എന്ന് വെച്ചാൽ രണ്ട് പാർട്ടിനും ബോത്ത് ദ പാർട്ടീസ് ആർ ടു ബി പെർഫോം. സോ അത്രേ വരുന്നുള്ളൂ ഈ തേർഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസിന്റെ അണ്ടറിൽ പറയുന്നത്. സോ നമ്മളിപ്പോ ഏകദേശം എല്ലാ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ എന്റെ ടോപ്പിക് ഇതുവരെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പം ആദ്യം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്ടിന്റെ അർത്ഥം പഠിച്ചു, വാട്ട് ഈസ് എ കോൺട്രാക്ട് എന്ന് പഠിച്ചു, ഒരു അഗ്രിമെന്റ് എന്താണെന്ന് പഠിച്ചു, ലീഗലി എൻഫോഴ്സിബിലിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു, ലീഗലി എൻഫോഴ്സിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഗ്രിമെന്റിന്റെ ഡെഫിനിഷൻ, ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ്, അതൊക്കെ ഓഫർ എന്താന്ന് പഠിച്ചു, ആക്സെപ്റ്റൻസ് എന്താന്ന് പഠിച്ചു. സോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ്
കോൺട്രാക്റ്റിലേക്ക് വരുന്നത്. ടൈപ്സ് ഓഫ് കോൺട്രാക്ട്, ഏതൊക്കെ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് ഉണ്ടെന്ന് പഠിച്ചു. ഓൺ ദി ബേസിസ് മൂന്ന് ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി, രണ്ടാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ്, മൂന്നാമത്തത് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ എന്ന് പഠിച്ചു. 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു. സോ വാലിഡിറ്റിന്റെ കീഴിൽ 5 പോയിന്റ് ഉണ്ടെന്ന് പഠിച്ചു. ഫസ്റ്റ് ഫോം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി, അതിന്റെ കീഴിൽ 5 പോയിന്റ് ഉണ്ട്. ഒന്ന് വാലിഡ്, വോയിഡ്, വോയിഡബിള്, ഇല്ലീഗല്, അൺഎൻഫോഴ്സിബിള്. സോ ഇതൊക്കെയാണ് അതിന്റെ കീഴിൽ വരുന്ന കോൺട്രാക്ട്സുകൾ. സോ നെക്സ്റ്റ് വൺ ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ. ഫോർമേഷന്റെ ബേസിസിൽ 3 ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് എക്സ്പ്രസ്, രണ്ടാമത് ഇംപ്ലൈഡ്. ഇംപ്ലൈഡിന്റെ കീഴിൽ തന്നെ 2 ടൈപ്സ് ഓഫ് കോൺട്രാക്ട് വരുന്നുണ്ട്, ടാസിറ്റ് കോൺട്രാക്റ്റും ക്വാസി കോൺട്രാക്റ്റും. സോ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷന്റെ കീഴിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഈ കോൺട്രാക്ട്, ഇലക്ട്രോണിക് മീൻസ് വഴി ചെയ്യുന്ന കോൺട്രാക്ട്. 2 പാർട്ടീസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ഇലക്ട്രോണിക് മീൻസ് വഴിയാണെന്ന് പറയുന്ന കോൺട്രാക്ട്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ്, അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. സോ അതിൽ വരുന്നത് 2 പോയിന്റ് ആണ്, 2 ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ്, എക്സിക്യൂട്ടഡും എക്സിക്യൂട്ടറും. എക്സിക്യൂട്ടറിന്റെ കീഴിൽ യൂണിലാറ്ററലും ബൈലാറ്ററലും വരുന്നുണ്ട്. സോ അത്രയേ ഉള്ളൂ നമ്മളിപ്പം ഞാൻ എടുത്ത ടോപ്പിക്കിൽ അത്രേ കവർ ചെയ്യുന്നുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ നമ്മളെ പോർഷൻസ് വരുന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് എടുക്കാനുള്ള പോർഷൻസ്, ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള പോർഷൻസ് എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ ക്ലാരിഫിക്കേഷന് ഡൗട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഇത് ചെറിയൊരു പോർഷൻ ആണ്. ഇത് നിങ്ങൾക്ക് ബിസിനസ് ലോന്റെ വെയിറ്റേജ്, മാർക്ക് വെയിറ്റേജ് എന്ന് വെച്ചാൽ ഏകദേശം 60 മാർക്സ് ആണ്. പേപ്പർ 2 40 മാർക്സ് ഇംഗ്ലീഷിനും 60 മാർക്സ് ബിസിനസ് ലോയ്ക്കുമാണ് വരുന്നത്. സോ അതിൽ തന്നെ ഒരു മെജോറിറ്റി ഓഫ് വെയിറ്റേജ് ഹോൾഡ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ തന്നെ നമ്മളത് ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനാണ്. അറൌണ്ട് 30 മാർക്സിന് വരെ ചോദിച്ച ചരിത്രമുണ്ട് ഫൗണ്ടേഷൻ എക്സാമിന്. 30 മാർക്കിന്, പാതി മാർക്കിന് വരെ കേസ് ലോയും ഇതും തിയറിയും വെച്ചിട്ട് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട് കുറെ എക്സാമിനായിട്ട്. സോ കഴിഞ്ഞ CA ഫൗണ്ടേഷൻ നവംബർ 2019 അറ്റംപ്റ്റിൽ തന്നെ 20 മാർക്കിൽ കുറയാണ് ചോദിച്ചിട്ടുണ്ട് ഇതിന്ന് ഈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. സോ നിങ്ങൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആദ്യം തറവാക്കൂ, റിവിഷൻ ചെയ്യൂ. ഇതിപ്പോ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയും. സോ 1 അല്ല 3 അല്ല 4 അല്ല 5 പ്രാവശ്യം റിവിഷൻ ചെയ്യേണ്ടി വന്നാലും റിവിഷൻ ചെയ്യണം, ഒരു മടിയും കൂടാണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മാത്രമല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഒരു ലെക്ചർ നോട്ടും അതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളായിട്ടുള്ള നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഉണ്ടാക്കിയ നോട്ട് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആ ബുക്ക് തുറക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും. സോ നമ്മുടെ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ഞാൻ എടുത്തത് ഈ പ്രസന്റേഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുള്ളവര് ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ്. സോ മാക്സിമം നിങ്ങൾ ടൈം യൂട്ടിലൈസ് ചെയ്യുക. സോ എന്തായാലും ഓവർ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. താങ്ക് യു എവരിവൺ. ഹാവ് എ നൈസ് ഡേ. ബൈ.